ഇപ്പൊ എന്റെ ബ്രാഞ്ചിൽ ലാസ്റ്റ് മന്ത് 3-4 കേസുകളാണ് ഇങ്ങനെ സ്കാം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ OTP പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണില് ഒരു ഇത് എനേബിൾഡ് ആണ്. അതായത് നമ്മളിപ്പോ OTP വരേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മുടെ മൊബൈലിലോട്ട് ഓട്ടോമാറ്റിക് OTP വരുന്നു, ഓട്ടോമാറ്റിക് ഫെച്ച് ആയി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അറിയാത്ത ആപ്പുകളും കാര്യങ്ങളും ഒക്കെ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഫെച്ച് ആയിട്ട് ആ എമൗണ്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്കാമുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു കുറച്ച് വലിയൊരു സ്കാം ആയിപ്പോയി. ഇതൊരു 1.5 ആഴ്ചയോളം ഈ കസ്റ്റമർ 1.5 ആഴ്ചയോളം കസ്റ്റമർ അവര് ഒരു ദിവസം തന്നെ 3-4 വട്ടം മാറി മാറി വിളിച്ചിട്ടുണ്ട്. ഫുള്ളും വീഡിയോ കോളാണ്. എന്നിട്ട് ഈ കസ്റ്റമറുടെ അടുത്തുനിന്ന് തന്നെയാണ് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിലൊക്കെ എത്ര പൈസയുണ്ട്, ആധാർ നമ്പർ എല്ലാം ഇവര് തന്നെയാണ് ചോദിക്കുന്നത്. അവർക്ക് എക്സാക്ട് അറിയില്ല നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത്, നമ്മൾ തന്നെ അറിയാണ്ട് പറഞ്ഞു പോവാന്ന്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഫസ്റ്റ്ലി ഒന്നിങ്ങനെ നിങ്ങൾ നിയറസ്റ്റ് ബ്രാഞ്ച് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ ബാങ്ക് സ്റ്റാഫും ബിഹേവ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഇവിടെയും എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ്. അതുകൊണ്ടാണല്ലോ കസ്റ്റമർ വേഗം നമ്മുടെ അടുത്തേക്ക് തന്നെ ആദ്യം വരുന്നത് തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നാൽ ആദ്യം ബാങ്കിനെ അറിയിക്കുക. ഇനി ബാങ്കും ഇങ്ങനെ ഒരു ഇതിൽ നമുക്കറിയില്ല എന്ത് ഇഷ്യൂ എന്നുള്ളത്, നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അല്ലെങ്കിൽ അറിവുള്ളവരായിട്ട് എത്രയും പെട്ടെന്ന് അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ എമൗണ്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഓരോ രൂപ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണെങ്കിൽ പോലും ഇപ്പൊ ഒരു രൂപ അയക്കാൻ പറഞ്ഞാൽ പോലും നമ്മളത് നോക്കി കണ്ടേ ചെയ്യാവൂ.